കോഴിക്കോട്ടെ മിഠായി തെരുവ് കണ്ട് മടങ്ങുകയാണ്. അതിരാവിലെ തന്നെ ടൂറിസ്റ്റ് ഹോമിലെ റൂം വിട്ട് ഞങ്ങൾ ഇറങ്ങി. വീട് മാറിയുള്ള ഉറക്കം ആദ്യമായിരുന്നതിനാൽ ആരും ശരിക്കും ഉറങ്ങിയിരുന്നില്ല. മിഠായി തെരുവിലെ തിരക്ക് കൂടും മുമ്പ് ആവശ്യമുള്ള മധുരങ്ങൾ വാങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾ കോഴിക്കോട് കടപ്പുറം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. കോഴിക്കോട് ബീച്ചിലെത്തി കുറേ നേരം ഇരുന്നിട്ട് മടങ്ങാൻ ആഗ്രഹിച്ചുള്ള യാത്രയാണ്. രാത്രിയിൽ ഇവിടുത്തെ ശുദ്ധീകരണ തൊഴിലാളികൾ വൃത്തിയാക്കിയിരിക്കുന്ന കോഴിക്കോടിൻ്റെ രാജവീതിയിലൂടെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര. നാം നമ്മുടെ ജീവിതത്തിൽ നാം പാർക്കുന്ന ജില്ല പോലും കണ്ടു തീരാറില്ലല്ലോ. ലീലച്ചേച്ചിയുടെ ആഗ്രഹം കോഴിക്കോടിൻ്റെ വീതിയിലൂടെ ഒന്ന് സഞ്ചരിക്കണം. രാവിലെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. തെരുവുകളും കടൽത്തീരവും സൂക്ഷിക്കുന്നതിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ പ്രവർത്തനം അഭിനന്ദനമർഹിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തി. പഴയ കടൽപ്പാലത്തിൻ്റെ ശേഷിപ്പുകളും ശാന്തമായി തിരയടിക്കുന്ന തീരവും മനസ്സിന് ശാന്തത നൽകുന്നു. പ്രക്ഷുബ്ധമായ കടൽ പ്രക്ഷുബ്ധമായ മനസ്സിനെ ശാന്തമാക്കുകയില്ല. കോഴിക്കോടിൻ്റെ ഈ കടൽ തീരത്തിന് മണൽത്തരികൾക്ക് എന്തെല്ലാം ചരിത്രങ്ങൾ പറയാനുണ്ടാകും. അധിനിവേശങ്ങളുടെയും പടയോട്ടങ്ങളുടെയും ലഹളകളുടെയും കഥകൾ. സ്വാതന്ത്ര്യത്തിനായി പോരാടി മൺമറഞ്ഞ എത്രയെത്ര ധീരന്മാർ. കോഴിക്കോടിൻ്റെ മാനവികതയും ചരിത്രവും ഒരിക്കലും വിസ്മൃതിയിൽ ആകയില്ല.